നമസ്കാരം. EMT ഗ്ലോബൽ പ്രസൻസ് ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. സൗദിയിൽ ഒരു വർഷത്തിനിടെ 8.5 ലക്ഷം ജീവനക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുമെന്ന് ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ്. സ്വകാര്യ മേഖലയിലും സർക്കാർ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന സ്വദേശി ജീവനക്കാരാണ് വിരമിക്കുന്നത്. സൗദിയിൽ ആദ്യമായാണ് ഇത്രയധികം ജീവനക്കാർ ഒരു വർഷത്തിനിടെ വിരമിക്കാൻ ഒരുങ്ങുന്നത്. സർക്കാർ ജീവനക്കാർക്ക് പുറമെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികൾക്കും പെൻഷൻ അർഹതയുണ്ട്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് പെൻഷൻ വിതരണത്തിനുള്ള ചുമതല ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിനാണ്. വിരമിക്കുന്നവർക്കുള്ള പെൻഷൻ വിതരണത്തിന് നടപടി തുടങ്ങിയതായും ജനറൽ ഓർഗനൈസേഷൻ വ്യക്തമാക്കി. അതിനിടെ പെൻഷൻ പരിഷ്കരണത്തിന് നിയോഗിച്ച സമിതിയുടെ ശുപാർശകൾ ശൂറ കൗൺസിൽ തള്ളി. സമഗ്ര പഠനം നടത്തി പ്രായോഗികമായ ശുപാർശ വീണ്ടും സമർപ്പിക്കാൻ ശൂറ കൗൺസിൽ നിർദ്ദേശിച്ചു. കൂടുതൽ ജീവനക്കാർ വിരമിക്കുന്നത് യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കും. സ്വകാര്യ തൊഴിൽ വിപണിയിൽ കൂടുതൽ സ്വദേശി യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ടുഡേ, റിയാദ്. ഹജ്ജ്, ഉംറ, മസ്ജിദുൻ നബവി സന്ദർശനം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾക്കും മത ടൂറിസം എന്ന സാങ്കേതിക സംജ്ഞ ഉപയോഗിക്കരുതെന്ന് ടൂറിസം കമ്പനികൾക്കും മാധ്യമങ്ങൾക്കും ഉന്നതാധികൃതർ നിർദ്ദേശം നൽകി. ഹജ്ജ്, ഉംറ, മസ്ജിദുൻ നബവി സിയാറത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ മത ടൂറിസം എന്ന് വിളിക്കുന്നത് വിലക്കാൻ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അധ്യക്ഷനായ രാഷ്ട്രീയ സുരക്ഷാ സമിതി നേരത്തെ ശുപാർശ ചെയ്തിരുന്നു. മത ടൂറിസം എന്ന വാക്ക് മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഈ സംജ്ഞ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയണമെന്നും നിർദ്ദേശമുണ്ട്. ഹജ്ജ്, ഉംറ യാത്രകൾ സംഘടിപ്പിക്കുന്ന ടൂറിസം കമ്പനികൾക്കും ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ടുഡേ, റിയാദ്. പ്രവാസി മലയാളികൾക്കുള്ള കലാ സാഹിത്യ അഭിരുചികളെ കണ്ടെത്തി അവയുടെ പരിപോഷണത്തിനായി കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവ് സൗദി ഈസ്റ്റ് നാഷണൽ മത്സരത്തിന്റെ 10ാമത് പതിപ്പിന് റിയാദിൽ പരിസമാപ്തിയായി. സാഹിത്യോത്സവിൽ മാറ്റുരച്ച സൗദി ഈസ്റ്റിലെ 8 നഗരങ്ങളിൽ നിന്ന് റിയാദ് സിറ്റി, ദമാം, റിയാദ് നോർത്ത് എന്നീ ടീമുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. യൂണിറ്റ്, സെക്ടർ, സെൻട്രൽ തലങ്ങളിൽ മത്സരിച്ച് വിജയികളായവരാണ് നാഷണൽ സാഹിത്യോത്സവിൽ പങ്കെടുത്തത്. ജൂനിയർ, സെക്കൻഡറി, സീനിയർ, ജനറൽ എന്നീ വിഭാഗങ്ങളിലായി വിദ്യാർത്ഥിനികൾ, യുവാക്കൾ, വനിതകൾ ഉൾപ്പെടെ 400 പ്രതിഭകൾ പങ്കെടുത്തു. 4 മത്സരങ്ങളിൽ നിന്നായി 32 പോയിന്റ് നേടിയ മുഹമ്മദ് റൈഹാൻ PP ദമാം കലാപ്രതിഭയായും, രചനാ മത്സരങ്ങളിൽ 24 പോയിന്റുകളോടെ റുബീന സിറാജ് റിയാദ് സിറ്റി സാഹിത്യോത്സവ് സർഗ പ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഡോക്ടർ ഹിഫ്സു റഹ്മാൻ സാഹിത്യോത്സവിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുതിയ കാലത്തെ ഉൾക്കൊള്ളാനും അടയാളപ്പെടുത്താനും പ്രവാസി മലയാളികളുടെ ഈ സർഗാവേശം മുതൽക്കൂട്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നാഷണൽ റിസാല കൺവീനർ ഷഫീഖ് ജൗഹരി അധ്യക്ഷത വഹിച്ചു. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് ഉബൈദ് എടവണ്ണ, പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് ശിഹാബ് കൊട്ടുക്കാട്, അൽമുന ഗ്രൂപ്പ് ഓഫ് കമ്പനി MD TP മുഹമ്മദ്, ജീവൻ TV സൗദി ബ്യൂറോ ചീഫ് ഷംനാദ് കരുനാഗപ്പള്ളി, സത്യം ഓൺലൈൻ ബ്യൂറോ ചീഫ് ജയൻ കൊടുങ്ങല്ലൂർ, ഫ്രണ്ടി മാർക്കറ്റിംഗ് മാനേജർ സുഹൈൽ സിദ്ദീഖി, ഫ്ലീരിയ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജർ സുബിൻ, ഇബ്രാഹിം സുബ്ഹാൻ, അബ്ദുസലാം വടകര, ലുഖ്മാൻ വിളത്തൂർ എന്നിവർ അഭിവാദ്യം ചെയ്തു. 11ാമത് എഡിഷൻ സാഹിത്യോത്സവിനെ വരവേൽക്കുന്ന ടീം അൽക്കോബാറിനെ വേദിയിൽ വെച്ച് പതാക കൈമാറി. അൻസാർ കൊട്ടുക്കാട് സ്വാഗതവും കബീർ ചേളാരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ടുഡേ, റിയാദ്. റിയാദ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും സമന്വയയും സംയുക്തമായി 186ാമത് വിവേകാനന്ദ ജയന്തി ആഘോഷിച്ചു.
വന്ദേ വിവേകാനന്ദം എന്ന പേരിൽ അൽമാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഇന്ത്യൻ എംബസി DCM ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ മുഖ്യാതിഥിയായി. വന്ദേ മാതരത്തോടെ ആരംഭിച്ച പരിപാടിയിൽ സമന്വയ ജനറൽ സെക്രട്ടറി മധു എടച്ചേരി സ്വാഗതം പറഞ്ഞു. സമന്വയ പ്രസിഡന്റ് ശ്രീജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഡോക്ടർ റാം ബാബു, ഡോക്ടർ സുഹൈൽ അജാസ് ഖാന്റെ മാതാവ് സൽമ ഖാൻ, പ്രമുഖ വേദാചാര്യൻ ഡോക്ടർ ഫാല അജ്മി, കുമാരൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. ഉദ്ഘാടന പ്രസംഗം നടത്തിയ സുഹൈൽ അജാസ് ഖാൻ വിവേകാനന്ദ സ്വാമിയുടെ വീക്ഷണങ്ങൾ തന്റെ ജീവിതത്തെ സ്വാധീനിച്ച വഴികളെ കുറിച്ച് വാചാലനായി. സ്വാമി വിവേകാനന്ദ a picture of a very varied man, very married personality comes to our mind. Swami Vivekananda can be described by many adjectives which all fit into his personality. തുടർന്ന് സംസാരിച്ച അദ്ദേഹത്തിന്റെ മാതാവിന്റെ പ്രസംഗവും കയ്യടികളിൽ മുങ്ങി. തുടർന്ന് കുമാരൻ, ജിഷ്ണു അശോക്, വിഷ്ണുപ്രിയ, ലക്ഷ്മി മകേഷ്, ഗൗരി മധു, ഓംകാർ, പ്രദീപ്, നന്ദിനി രമേശ്, ജയശ്രീ സൂരജ്, ശിവരാമലിംഗം എന്നിവരുടെ വിവിധ ഭാഷയിലുള്ള പ്രസംഗങ്ങൾ പരിപാടിയുടെ ശോഭ കൂട്ടി. തുടർന്ന് ശരണ്യ, അനഘ, ഹരിനന്ദന, ഐശ്വര്യ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഡാൻസും ദേശഭക്തി ഗാനവും ചടങ്ങിന് മാറ്റുകൂട്ടി. വിവേകാനന്ദ സ്വാമിജിയുടെ ജീവിതത്തിലൂടെ കണ്ണോടിച്ചു പോയ നാടകത്തിലൂടെ വന്ദേ വിവേകാനന്ദം പരിപാടിക്ക് സമാപ്തി കുറിച്ചു. ദേശഭക്തി ഗാനത്തോടെ സമാപനം കുറിച്ച പരിപാടിയിൽ സമന്വയ വൈസ് പ്രസിഡന്റ് സ്വപ്ന മകേഷ് അവതാരികയായി. യോഗാചാര്യ സൗമ്യാജി നന്ദി പ്രകാശിപ്പിച്ച ചടങ്ങിൽ സുനിൽ മേനോൻ, രവികുമാർ, അശോകൻ, ഹരി, പ്രകാശ് ശിവ, ബാബു, അജീഷ്, വാസുദേവ്, മകേഷ്, വിനോദ്, മണികണ്ഠൻ, സുരേന്ദ്രൻ, സന്തോഷ് കാവാലം, സന്തോഷ് ആറന്മുള, അരുൺ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ടുഡേ, റിയാദ്. ഖാലിദ് ഇസ്ലാമിക് സെന്ററിന്റെ മേൽനോട്ടത്തിൽ സൗദിയിൽ മലയാളികൾക്കായി വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന 12ാമത് സൗദി മലയാളി ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ വിജയികളെ പ്രഖ്യാപിച്ചു. ഫൈനൽ പരീക്ഷയിൽ ആദ്യ സമ്മാനങ്ങൾ പൂർണ്ണമായും സ്ത്രീകൾ നേടി. നുസ്രത്ത് പൂളക്കുണ്ടിൽ 1ാം സ്ഥാനം, സന സാദിഖലി, അഫ്സീല താജുദ്ദീൻ, ദുനിയ മുഹമ്മദ് സലീം എന്നിവർ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മുഹമ്മദ് ഹാരിസ്, സൗദത്ത് കളപ്പാടൻ, നജില ഫരീദ് എന്നിവർ 3ാം സ്ഥാനത്തിനും അർഹരായി. ഫൈനൽ പരീക്ഷയിൽ പങ്കെടുത്ത മുസ്ലിം ഇതര വിശ്വാസികളിൽ നിന്ന് ഉന്നത മാർക്ക് നേടിയ ജയേഷ് പാലക്കാട്, റിയ സന്ദീപ് എന്നിവരെ പ്രത്യേക സമ്മാനം നൽകി ആദരിക്കുന്നതാണ്. കൂടാതെ മുനീറ മുജീബ്, ഷെറീന ഹക്കീം, നജില അനീസ്, ഖദീജ ഉസ്മാൻ, ജുനൈദ ഹാരിസ്, നജില MN, ഷക്കീല അബ്ദുൽ ബഷീർ, ബാസില അബ്ദുള്ള, ഷബ്ന ലിയാഖത്ത്, മുഹമ്മദ് അലി, സജന ഇല്യാസ്, ആസിയ മുഹമ്മദ് അലി, ഷറീജ ഷൗക്കത്ത് അലി, മുഹമ്മദ് നജീബ്, ഡെൽഫി ലിജോ, സുനിൽ കൃഷ്ണൻ, സുരിത വിനയൻ, ശ്യാമള മുരളീധരൻ, ലിജോ ജോൺ എന്നിവർ പ്രത്യേക പ്രോത്സാഹന സമ്മാനത്തിനും അർഹരായി. സൗദിയിൽ ഔദ്യോഗിക അംഗീകാരമുള്ളതും ഏറ്റവും ജനപങ്കാളിത്തമുള്ളതുമായ മത്സര പരീക്ഷയാണ് സൗദി മലയാളി ഖുർആൻ വിജ്ഞാന പരീക്ഷ. 2 ഘട്ടങ്ങളിലായി നടന്ന പരീക്ഷകളിൽ പ്രവാസി സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ പങ്കെടുത്തു. 1ാം സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് 1 പവൻ സ്വർണം വീതവും, 2ാം സ്ഥാനം കരസ്ഥമാക്കിയ 3 പേർക്ക് 1/2 പവൻ സ്വർണം വീതവും, 3ാം സ്ഥാനം നേടിയവർക്ക് സ്മാർട്ട് ഫോണും, മുസ്ലിം ഇതര വിശ്വാസികളിൽ നിന്ന് ഉന്നത മാർക്ക് നേടിയ 2 പേർക്ക് 1/2 പവൻ സ്വർണവുമാണ് സമ്മാനമായി നൽകുന്നത്. കൂടാതെ ഉന്നത മാർക്കോടെ വിജയം വരിച്ചവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ദേശീയ തലത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മാർച്ച് മാസത്തിൽ റിയാദിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് കിങ് ഖാലിദ് ഇസ്ലാമിക് സെന്റർ ഫോറിനേഴ്സ് വിഭാഗം ഡയറക്ടർ ഷെയ്ഖ് ഇബ്രാഹിം നാസർ അൽ സർഹൻ, മുസാബക്ക ബോർഡ് ചെയർമാൻ കുഞ്ഞഹമ്മദ് കോയ, മുസാബക്ക നാഷണൽ കൺട്രോൾ മുജീബ് അലി തൊടികപ്പുലം എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ടുഡേ, റിയാദ്. വിലക്കുറവിന്റെ മേളയുമായി ലുലുവിൽ ഫാന്റാസ്റ്റിക് 5 ആരംഭിച്ചു.
കുറഞ്ഞ ചെലവിൽ ആഹ്ലാദമായ പർച്ചേസിംഗ് അനുഭവം ഒരുക്കുകയാണ് സൗദിയിലെ പ്രമുഖ വ്യാപാര ശൃംഖലയായ ലുലു ഗ്രൂപ്പ്. കുറഞ്ഞ ചെലവിൽ ആഹ്ലാദകരമായ പർച്ചേസിംഗ് അനുഭവം ഒരുക്കുകയാണ് സൗദിയിലെ പ്രമുഖ വ്യാപാര ശൃംഖലയായ ലുലു ഗ്രൂപ്പ്. 5 എന്ന സംഖ്യ കൊണ്ട് അപൂർവമായൊരു ഓഫർ കാലം. സൗദിയിലെ എല്ലാ ലുലു ശാഖകളിലും ഇന്നു മുതൽ മേള ആരംഭിച്ചു. ജനപ്രിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ എത്തിച്ചു നൽകാനാകുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് ആഹ്ലാദകരമായ ഒരു പർച്ചേസിംഗ് അനുഭവം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് ലുലു അധികൃതർ അറിയിച്ചു. ഇറച്ചിയും മീനും പാലുൽപ്പന്നങ്ങളും സംസ്കരിച്ചതും പാകം ചെയ്തതുമായ രുചി വിഭവങ്ങളും ഇറക്കുമതി ചെയ്ത ലോകോത്തര നിലവാരമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളും മേളയോട് അനുബന്ധിച്ച് 5 റിയാലിന് ലഭിക്കും. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഹോം ഫർണിഷിംഗ്, ഫുഡ് വെയറുകൾ, ഇലക്ട്രോണിക് IT ഉൽപ്പന്നങ്ങളും 5 റിയാലിൽ സ്വന്തമാക്കാനാകും. സ്റ്റേഷനറി, സ്പോർട്സ് സെറ്റുകളും കളിപ്പാട്ടങ്ങൾ, ഡിഷ് വാഷുകൾ, ഫേഷ്യൽ ടിഷ്യൂ എന്നിവ കൂടാതെ വിവിധ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള അവസരമാണ് ലുലു ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഇലക്ട്രോണിക് വിഭാഗത്തിൽ പ്രമുഖ ബ്രാൻഡഡ് LED-കൾക്കും ഹോം അപ്ലയൻസ് വിഭാഗത്തിൽ കുക്കിംഗ് ഉപകരണങ്ങൾക്കും സർപ്രൈസ് കില്ലർ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശയിപ്പിക്കുന്ന ഈ പ്രൊമോഷൻ ഒരാഴ്ച നീണ്ടു നിൽക്കുമെന്ന് ലുലു ഗ്രൂപ്പ് സൗദി മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ടുഡേ, റിയാദ്. പ്രവാസി വീക്ഷണം. വരാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഏത് ചേരിയിൽ നിൽക്കും എന്ന വിഷയത്തിൽ ഗൾഫിലെ പ്രമുഖർ സംവദിക്കുന്നു. ഒരൊറ്റ ഉത്തരമേയുള്ളൂ, മറിച്ചൊന്നും ചിന്തിക്കാതെ. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ മതേതരത്വം, ഇന്ത്യൻ ബഹുസ്വരതയും ഇന്ത്യൻ ജനാധിപത്യവും വർഗീയതയുടെ കണ്ണിലൂടെ അല്ലാതെ നോക്കിക്കാണുന്ന ഇന്ത്യയിലെ ഒരേയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്തുകൊണ്ട് ഈ ഉത്തരം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 4.25 വർഷമായി ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ത്യൻ സമൂഹം അനുഭവിക്കുന്ന വർഗീയത. സ്നേഹത്തോടെ നിർത്തുന്നു. അസ്ലം ഫറൂഖ്. ഞാൻ അബ്ദുള്ള വല്ലാഞ്ചിറ, OICC റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. 2019 നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ജനാധിപത്യ മതേതര ചേരികളുടെ കൂടെ നിൽക്കുവാനാണ് ഞാനടക്കമുള്ള ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ 4.5 വർഷക്കാലമായിക്കൊണ്ട് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കോ ചെറുപ്പക്കാർക്കോ വേണ്ടിക്കൊണ്ട് ഒരു തരത്തിലുള്ള പരിപാടികളോ പദ്ധതികളോ മുന്നോട്ട് വച്ചിട്ടില്ല. ഞാൻ അലി ആർളം. തീർച്ചയായിട്ടും സംഘ് പരിവാറിൻ്റെ കലാപരാഷ്ട്രീയത്തെ എതിർക്കുകയും സ്വൈര ജീവിതം ആഗ്രഹിക്കുകയും മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഇടത് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള എല്ലാ പാർട്ടികൾക്കും ഞാനും എൻ്റെ ആർളം കൂട്ടായ്മയിലുള്ള മുഴുവൻ പ്രവർത്തകരുടെയും സഹായ സഹകരണം ഉണ്ടാവും. ഞാൻ ഇടത്തൊടി കെ ഭാസ്കരൻ, തമാമിലെ വേൾഡ് മലയാളി കൗൺസിലിന്റെ മുൻകാല പ്രസിഡന്റായിരുന്നു. ഇതുവരെ കേന്ദ്രം ഭരിച്ചിട്ടുള്ള പ്രധാനമന്ത്രിമാരെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ആ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് അവരുടെ പ്രവൃത്തികൾ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ 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 നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, ഇന്ത്യയുടെ പ്രഭാവം അല്ലെങ്കിൽ ഇമേജ് ലോകമെമ്പാടും നല്ല രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇല്യാസ് പാണ്ടിക്കാട്, റിയാദ് ആവാസ് സെക്രട്ടറി. കഴിഞ്ഞ കാലത്തെ വിവിധ കക്ഷികളുടെ ചിറ്റമ്മ നയങ്ങളും കഴിവുകേടുകളുമാണ് വർഗീയ കക്ഷികൾക്ക് രാജ്യഭരണം ഏൽപ്പിച്ചത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതവർഗീയ ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്ന് തുരത്താൻ രാജ്യ തലസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും ലീഡർ അരവിന്ദ് കെജ്രിവാളിന്റെ നയങ്ങളും പ്രാപ്തമാണ്. രാജ്യ പുരോഗതിക്കായി അരവിന്ദ് കെജ്രിവാളിന്റെ സംശുദ്ധ കരങ്ങളെ പിന്തുണക്കുന്നു.